താങ്ക് യു. ആ ഇനി പറയാം മാഗി. സത്യത്തിൽ മാഗി ആരാ? എന്തിനാ ഏതൊരു റൗഡികൾ തന്നെ പറയുക വരുന്നേ? എത്രയോ തവണ എന്നെ സഹായിച്ച ആളാ. പറഞ്ഞാലോ? അല്ലെങ്കിൽ ഞാൻ ശരിക്കും റൗഡിയാണെന്ന് വിചാരിക്കും. പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണമെന്നില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം. ഒരു സത്യം മനസ്സിലാക്കിയതിന്റെ ഭവിഷ്യത്താ ഞാൻ അനുഭവിക്കുന്നത്. അതെന്ത് സത്യം? എന്റെ തമ്പുരാനെ, ആ റൗഡികൾ ആരെങ്കിലും കൊല്ലുന്നത് താൻ കണ്ടോണ്ടാണോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ഈ സത്യത്തിലാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നിലനിൽക്കുന്നത്. ഇളനീരിന്റെ കാശ് കിട്ടിയില്ല. വലിയൊരു കുടുംബത്തിന്റെ സന്തോഷം ഇതിനെ ആസ്പദമാക്കിയാണ്. അന്ന് ആദ്യമായിട്ട് ഞാൻ കൊട്ടാരം വീട്ടിൽ പോയത് ഒരു കല്യാണത്തിന്റെ ഇവന്റ് നടത്താനാ. ആരും ഒന്നും കരുതില്ല. കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും തമ്മിലുള്ള സ്നേഹമാണെന്നല്ലേ എല്ലാരും കരുതും. ഞാൻ ദേവേട്ടന്റെ വൈദേഹിയായിരുന്നിട്ടും അനാഥയായിട്ട് ആരുമില്ലാത്തവളായി നിൽക്കാനാണല്ലോ വിധി. ജാനകി കൊട്ടാരം വീട്ടിലെ അനന്തരവൾ അല്ലേ അല്ല. ശരിക്കുള്ള അനന്തരവൾ ആരാന്ന് എനിക്ക് മാത്രമേ അറിയൂ. വൈദേഹിയാണത്. ഈ മാല എപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. എന്തൊക്കെ സംഭവിച്ചാലും ഇത് മറ്റാർക്കും കൊടുക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മാലയാവും നിന്നെ മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ആ റൗഡികളെല്ലാം എന്റെ കൂട്ടുകാരായി മാറിയത്. ഞാൻ സത്യം തുറന്നു പറയുമെന്ന് പേടിച്ചിട്ടാ എന്റെ അനിയത്തി ആ ചന്ദ്രിക ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുന്നത്. അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് വലിയ ടെൻഷനില്ല. എങ്ങനെങ്കിലും ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും. പക്ഷേ ജാനകിയാണ് വൈദേഹി എന്നുള്ള സത്യം എല്ലാരെയും ദമ്പതിമാരുടെ പേരിൽ അർച്ചന ചെയ്താൽ മതി. ആരാടി ദമ്പതികൾ? ദേവൻ, വൈദേഹി. ഞാൻ ജയിച്ച ഞാനാണ് ബുദ്ധിമതി. ദേവേട്ടൻ ജയിച്ച ദേവേട്ടൻ ബുദ്ധിമാൻ. എന്താന്ന് പറ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതേപടി ദേവേട്ടനും ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേവേട്ടൻ തോറ്റുപോകും. ശരി, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഈ മാളവിക ദേവേട്ടന്റെ മുറപ്പെണ്ണയല്ല. ഈ മാളവിക ആരാണ്? അവളുടെ പുറകിൽ ആരൊക്കെയുണ്ട്? എന്തിനു വേണ്ടിയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാം എല്ലാം നമുക്ക് കണ്ടെത്തണം. വൈദേഹി, ദേവൻ ഇവിടെ. ദേവൻ എപ്പോഴാ വന്നത്? അല്ല, ആകാശ് എവിടെ? ആകാശ്, ആകാശ്. ദേവ, അപ്പൊ ജാനകി തന്നെയാണ് വൈദേഹി അല്ലേ മാഗി? ഏയ് തടിജി. അതെ ചേട്ടാ, ആ പെണ്ണെവിടെ പോയി? ഞാൻ ആരെയും കണ്ടില്ലേ. ചില്ലറയില്ല. അപ്പട്ടെ, അത് കയ്യിലിരിക്കട്ടെ. ഇവിടുത്തെ എവിടെ പോയി?
എനിക്ക് എങ്ങനെ ചായ എന്നുള്ള പേടിയല്ലേ, അതുകൊണ്ടല്ലേ ഈ മാറി മാറി പോണേ. വൈദേഹിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആദ്യമായിട്ട് എന്റെ മനസ്സ് പേടിക്കുക. അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല അല്ലേ? വൈദേഹിക്കൊന്നും പറ്റിയിട്ടില്ല ദേവേട്ട. ഓരോ ക്ഷണവും ദേവേട്ടനെ കുറിച്ചാണ് അവളുടെ ചിന്ത. ദേവേട്ടന് വേണ്ടി അവള് ജീവിക്കുന്നെ. എപ്പോഴാ ദേവേട്ടന്റെ മുന്നിലേക്കൊന്ന് വരാൻ പറ്റുകയെന്നോർത്ത് അതിനു വേണ്ടി കാത്തിരിക്കുക അവള്. ദേവേട്ടനാ വൈദേഹി വൈദേഹിയ. ആ മാല എവിടെയാ ദൈവേ? അതിന്റെ വില അറിയാഞ്ഞപ്പോ പൊന്നുപോലെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. അതറിഞ്ഞപ്പോഴോ എന്റെ കയ്യിൽ നിന്ന് അത് പോയല്ലോ. അത് വിറ്റിരുന്നെങ്കിൽ എന്റെ ശ്രേയമോളുടെ എന്റെ മോന്റെ എല്ലാ കഷ്ടപ്പാടും തീർന്നേനെ. അതൊന്നും കാണിച്ചതായോ? അതെടുത്തോണ്ട് പോയത് ആരാന്നൊന്ന് കാണിക്ക് ദൈവേ. അവരുടെ കഴുത്ത് മുറിച്ചിട്ടെങ്കിലും എനിക്കത് വാങ്ങിക്കണം. ഇതെന്താ ദേവേട്ടൻ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ ദേവേട്ടാ. നീ ഇപ്പൊ എവിടെയുള്ള ജാനകി? ഞാനിതേ ഇപ്പൊ അമ്പലത്തിലേക്ക് വന്നതേ ഉള്ളൂ. ശരി എന്നാ ഞാനിപ്പോ അങ്ങോട്ട് വരും. അവിടെ തന്നെ നിൽക്കണേ. എന്തു പറ്റി ദേവേട്ടാ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യോ? ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ, വന്നിട്ട് പറയാം. ദേവേട്ടൻ അത്ര ദേവേട്ടൻ ഇത്രയും നാള് കള്ളം പറഞ്ഞ എന്തൊരു അഭിനയായിരുന്നു. ദേവാ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവി ഇത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത്രയും നാൾ എല്ലാവരും ചേർന്ന് എന്നെ കളിപ്പിച്ചത് പോരെ, ഇനി ഞാൻ എന്താ കേൾക്കേണ്ടത്? ദേവാ ദേവാ ദേവാ, ഞാൻ പറയുന്ന കേക്ക്. ദേവാ 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 പ്ലീസ്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേക്ക്. ദേവാ 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 പോകല്ലേ ദേവാ, പ്ലീസ്. പതിവില്ലാതെ ദേവേട്ടൻ ഇന്നെന്തിനാ അമ്പലത്തിലേക്ക് വരുന്നേ? ഇനി അമ്മ എങ്ങാനും ഫോൺ ചെയ്ത് എന്റെ അടുത്തേക്ക് പറഞ്ഞു വയ്ക്കുന്നതായിരിക്കോ? പക്ഷെ സംസാരം കേട്ടിട്ട് ആള് ഭയങ്കര സീരിയസാ. എന്തായിരിക്കും കാര്യം? ഒന്ന് മാറി നിൽക്കും ബാഗി. നിക്ക് ദേവാ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. ഇത്രയും കാലം വൈദേഹിയെ കാണാതെ അവൾക്ക് വേണ്ടി കാത്തിരിക്കലായിരുന്നോ നീ? ഇപ്പൊ ജാനകിയാണ് വൈദേഹി എന്നറിഞ്ഞപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനാ ഈ ദേഷ്യം? ഇത് ദേഷ്യമല്ല മാഗി, എന്റെ വേദനയാ. ഞാൻ വൈദേഹി അന്വേഷിച്ച് ഭ്രാന്തനെ പോലെ തെരുവിൽ അലഞ്ഞു നടന്നപ്പോഴും എന്തുകൊണ്ട് അവള് വൈദേഹിയാണെന്ന് എന്നോട് പറഞ്ഞില്ല? അതെത്ര വലിയ ചതിയാ മാഗി. വൈദേഹിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും നിന്നെ അവള് ചതിക്കുക എന്ന് എങ്ങനെ തോന്നുന്നത് ദേവാ? അതവിടെ നിൽക്കട്ടെ, വൈദേഹി ജാനകിയായി മാറിയത് എങ്ങനെയാണ്? എന്തുകൊണ്ട് അവൾക്ക് സത്യം പറയാൻ പറ്റുന്നില്ല? അതിന്റെ പുറകിലെ കാരണം അറിയാനുള്ള ക്ഷമ പോലും ഇല്ലാതെ ചതിച്ചു എന്ന് പറയുന്നത് ഏത് വകുപ്പിലാ? കാരണം എന്തോ ആകട്ടെ മാഗി, സ്വന്തം ഭർത്താവിനോട് സത്യം മറച്ചത് എത്ര വലിയ ചതിയാ. പോട്ടെ, ഇതെല്ലാം ഒരു രസത്തിനാണെന്ന് കരുതാൻ ഇത് അത്രയ്ക്ക് ചെറിയൊരു കാര്യമാണോ മാഗി? ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവൾ എന്നും ദേവന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുകൊണ്ടാ സത്യം പറയാതിരുന്നത്. നിന്റെ ഭാര്യ ഞാനാണെന്ന് സ്വന്തം ഭർത്താവിനോട് തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നാണോ? സത്യത്തിൽ ചെറിയൊരു കാര്യം പോലും ഭാര്യയും ഭർത്താവും തമ്മിൽ മറക്കരുതെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. അങ്ങനെയുള്ളപ്പോ ഇത്രയും വലിയൊരു കാര്യം ഒളിപ്പിക്കാന്ന് വെച്ചാ എനിക്ക് എന്ത് വിലയാ അവള് തന്നത്? സത്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ല ദേവ. ഞാൻ പറയാൻ കേക്ക്. എനിക്കിപ്പോ ഒന്നും കേക്കണ്ട. ഞാൻ നേരെ ചെന്ന് വൈദേഹിയോട് തന്നെ ചോദിച്ചറിഞ്ഞോളാം. അങ്ങനെ ചെയ്യരുത് ദേവ, അതൊത്തിരി അപകടങ്ങൾ ഉണ്ടാക്കും. ആർക്കാ അപകടം ഉണ്ടാക്കുന്നേ? ഇത്രയും കാലം വൈദേഹിക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചെന്നറിയോ? ആ വിഷമം മൂത്ത് ജീവിതം അവസാനിപ്പിച്ചാലെന്ന് വരെ ചിന്തിച്ചു. അതിനേക്കാൾ വലിയ അപകടമൊന്നും ഇനി ഉണ്ടാവാനില്ലല്ലോ. ദേവ, നിന്റെ വിഷമമൊക്കെ എനിക്കും മനസ്സിലാവും. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. ഇനി നിങ്ങൾ എന്ത് പറയാനാ?
ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും വൈദേഹി സപ്പോർട്ട് ചെയ്യണമെന്ന് മാഗിക്ക് എന്തുകൊണ്ടാ തോന്നുന്നേ? സത്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായ കാര്യങ്ങളൊന്നും മാഗിക്ക് അറിയില്ല. അവൾ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ പാടില്ലായിരുന്നു. ഇനി ആയിക്കോട്ടെ, അങ്ങനെ പോയി തന്നെ ഇരിക്കട്ടെ. ആളുടെ രൂപം മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടും അത് എന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ലെന്നല്ല എന്റെ അർത്ഥം. ഓക്കെ, ഇനി അതൊക്കെ പോട്ടേന്ന് വെക്കാം. അവളുടെ കൺമുമ്പിൽ കിടന്ന് ഞാൻ പെടയുന്നല്ല അവള് കണ്ടോണ്ടിരുന്നല്ലേ. എന്നിട്ട് ഈ നിമിഷം വരെ അവൾക്ക് പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ അവസാനമായിട്ട് ഫോൺ വിളിച്ചപ്പോ പോലും പറഞ്ഞില്ല. ആകാശിനോടാണെന്ന് കരുതി അറിയാതെ നീ എല്ലാം പറഞ്ഞു പോയി. അല്ലാതെ ഞാൻ കേൾക്കാൻ വേണ്ടിയല്ലല്ലോ. ഞാനത് കേട്ടതുകൊണ്ട് സത്യം മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ എത്ര നാൾ കഴിഞ്ഞേനെ. ഇതിലും വലിയ അപകടമൊന്നും ഇനി ഉണ്ടാവാനില്ല മാഗി. എന്നുവെച്ചാ എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മാത്രം അറിയാൻ കഴിഞ്ഞില്ല, ബാക്കിയുള്ള സകലർക്കും അറിയാന്നുള്ളതാണ്. എന്നിട്ടിപ്പോഴും ഞാനത് അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. എനിക്കതിനുള്ള യോഗ്യതയില്ല. അതല്ലേ പറഞ്ഞു വരുന്നേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയൊന്നും ധരിക്കണ്ട ദേവ. പിന്നെ അല്ലാതെ ഞാൻ എന്താ ധരിക്കണ്ടേ? ഞാൻ വൈദേഹിയുടെ ഭർത്താവാ. അവളെക്കുറിച്ച് എല്ലാം അറിയാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ എന്നോട് അവള് തന്നെ പറയില്ലായിരുന്നോ? ഓരോ നിമിഷവും എന്റെ തൊട്ടരികിൽ ഉണ്ടായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ കിടന്ന് പെടയുന്നത് അവൾ ആസ്വദിക്കായിരുന്നിരിക്കും. ഒരിക്കലും അങ്ങനെ അല്ല ദേവ. നോ, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. ഒരല്പമെങ്കിലും എന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നവളായിരുന്നുവെങ്കിൽ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷം ഞാനാ ദേവേട്ട വൈദേഹി എന്ന് അവൾക്ക് പറയാമായിരുന്നു. എന്നെ പോലെ തന്നെ അവൾക്ക് എന്നോട് സ്നേഹമാണെന്നാ ഞാൻ കരുതിയെ. പക്ഷെ ഒരല്പം വില പോലും അവൾ എനിക്ക് തന്നില്ല. ഇല്ല ദേവ, ആവശ്യമില്ലാതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കരുത്. പിന്നെ സത്യം മനസ്സിലാക്കുമ്പോ നീ ആയിരിക്കും വേദനിക്കുക. ഇനിയെങ്കിലും അവൾ എന്നോട് സത്യം തുറന്നു പറയൂ. എനിക്കെന്തോ വിശ്വാസം പോരാ. എന്നാലും ഞാൻ വിടില്ല മാഗി. എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് അവള് പറയും വരെ ഞാൻ അവളെ വിടില്ല. ഇപ്പൊ തന്നെ രണ്ടിലൊന്ന് എനിക്കറിയണം. ദേവാ ദേവാ ദേവാ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി നീയും കൂടി വല്ലതും പറഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ദേവാ, പ്ലീസ് ദേവാ. ദേവാ, ഇനി മാഗി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അവളോട് തന്നെ നേരിട്ട് ചോദിച്ചോളാം. വേണ്ട ദേവാ, അങ്ങനെ ചെയ്യരുത് ദേവാ. ഡേവിഡിന് എന്താ ഒരു വെപ്രാളം? നല്ല ദേഷ്യമുണ്ട്. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ദൈവമേ, അല്ലെങ്കിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ഇതുവരെ പുറത്തു കടക്കാൻ പറ്റിയിട്ടില്ല. പുതിയ പ്രശ്നങ്ങളൊന്നും മുന്നിൽ കൊണ്ടുവന്നിടല്ലേ. ജാനകിയാന്ന് തോന്നുന്നല്ല. ഇവളെ ഒന്ന് ചൊറിഞ്ഞ വൈദേഹിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞാലോ? ഇതാരാ, ജാനകിയോ? സുഖായിരിക്കുന്ന? അച്ഛമ്മയായിരുന്നോ? വീട്ടിലെല്ലാവർക്കും സുഖാണോ മോളെ? സുഖമായിട്ടിരിക്കുന്നു അച്ഛമ്മേ. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയണ്ട മോളെ. ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു മൂദേവി വൈദേഹി. അവൾ ഉണ്ടായിരുന്നപ്പോ ഒരു പ്രശ്നം, ദേ പോയപ്പോ വേറൊരു പ്രശ്നം. എനിക്കൊരു മനസമാധാനവും ഇല്ലല്ലോ. ഇതുവരെ കിളവിക്ക് എന്നോടുള്ള പദം പെറുക്കല് തീർന്നിട്ടില്ല. എന്തിനാ അച്ഛമ്മ എപ്പോഴും ഇങ്ങനെ വൈദേഹി കുറ്റം പറയുന്നേ? വൈദേഹിയോട് എന്താ അച്ഛമ്മയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യം? എന്താണെന്നോ, ഏത് നേരത്താണോ ആ പിശാച് എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത്, അന്ന് തുടങ്ങിയതൊന്നും ദേ ഇന്നും തീർന്നിട്ടില്ല. എന്റെ ചെറുക്കൻ ഉണ്ടാക്കിയത് മുഴുവനും അവളുടെ നെഞ്ചത്തോട്ടല്ലേ വെച്ചത്. എന്നാ പിന്നെ എവനേലും കെട്ടിച്ചു കൊടുത്ത് അങ്ങ് ഒടുങ്ങിക്കോളൂന്ന് വിചാരിച്ചപ്പോ എന്റെ ശ്രേയമോളുടെ ഭർത്താവിനെ അവൾ അടിച്ചു മാറ്റിയേ. ആരുടെ ഭർത്താവിനെ ആരാ അടിച്ചു മാറ്റിയത്? മുതുകിളവി. അച്ഛമ്മ ദേഷ്യപ്പെടല്ലേ? ക്ഷീണം വന്നു കണ്ടോ? അവളെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദേഷ്യം അടങ്ങില്ല. ഞങ്ങളെ അത്രയേറെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാ
ഭർത്താവിനെ നഷ്ടപ്പെടുത്തി ഊരും പേരും അറിയാണ്ട് അലഞ്ഞു നടക്കുന്ന പിശാശ്. ആ പോട്ടെ, നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, പോയി ദൈവത്തെ കണ്ടിട്ട് വാ. എന്റെ അമ്മോ, ആ മാല അവളുടെ കഴുത്തിലുണ്ട്. അമ്മേ. ആ. എടീ, ഈ മാല നിനക്ക് എവിടുന്ന് കിട്ടിയത്? അയ്യോ, മാഗി പറഞ്ഞിരുന്നതാണല്ലോ, ഞാൻ മറന്നുപോയി. ചോദിച്ചത് കേട്ടില്ലടി, ഈ മാല എവിടുന്ന് കിട്ടിയെന്ന്. അത് ദേവേട്ടൻ എനിക്ക് തന്നതാ. ദേവേട്ടൻ തന്നെന്നാ? ആ, നീ ദേവേട്ടനെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഓടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലോടി പെരുങ്കള്ളി. അച്ഛമ്മേ, എന്നെ കള്ളിന്ന് വിളിക്കരുത്. ഇത് ദേവേട്ടനെ എനിക്ക് എന്നു പറഞ്ഞില്ലേ? എന്നാ നിന്റെ ദേവേട്ടൻ ഒരു മുതുകളനാണല്ലോ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മാല അടിച്ചു മാറ്റിയിട്ട് അവൻ തന്നതാന്ന് കള്ളം പറയുന്ന. തോടി ഈ മാല സത്യമായിട്ട് എന്റേത് തന്നെയാ. ദേവേട്ടൻ തന്നതാ. എന്ത് തന്നാടി? ഇങ്ങോട്ട് ഇവിടെ കഥകളി നടക്കുന്നോ? പോ നോക്ക്. പോയല്ലാണോ? അയ്യോ, ഇനി മാലയും ചോദിച്ചോണ്ട് വന്ന തിളയ്ക്കുന്ന എണ്ണയെടുത്ത് ഞാൻ മുഖത്തൊഴിക്കും പറഞ്ഞേക്കാം. പോയിക്കോണോ ഇവിടെ? അച്ഛമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. ആ മാല എന്റേതാ, അതെനിക്ക് തന്നെ. ആരടി അച്ഛമ്മ? ഏത് വകുപ്പിലടി ബന്ധം ചേർക്കുന്നത്? നാക്ക് ഞാൻ പിഴുതെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.